തൃശൂർ ജില്ലയിലെ പൗരാണികവും അതിമനോഹരവുമായ വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫെറോന ചർച്ചിലാണ് ഞാനിപ്പോൾ. ഈ ചർച്ച് 300-ലധികം വർഷങ്ങൾക്ക് മുൻപ് ജർമ്മൻകാരനായ ഫാദർ ജോവാൻ ഏണസ്റ്റ് ഹാങ്സിൽഡൻ ആണ് പണികഴിപ്പിച്ചത്. അദ്ദേഹം മലയാളികൾക്കിടയിൽ അർണോസ് പാതിരി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ചർച്ചിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ധാരാളം വിദേശികൾ ഇവിടെ വന്നുപോകുന്നു. ഈ പള്ളിയോട് ചേർന്ന് കാലത്തിൻ്റെതായ മാറ്റങ്ങളും ഈച്ചുകൂട്ടലുകളും വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും അർണോസ് പാതിരി നിർമ്മിച്ച പള്ളിയും പരിസരവും പുരാവസ്തു വകുപ്പ് ഇപ്പോഴും അതേപടി നിലനിർത്തുന്നു. പഴമയുടെ പ്രതാപവും പുതുമയുടെ സൗന്ദര്യവും തമ്മിലുള്ള ഒരു മത്സരം പോലെ തോന്നും നമുക്ക് ഈ പള്ളികൾ കണ്ടാൽ. ഇവിടുത്തെ ചരിത്രവും പ്രാധാന്യവും ക്ഷമയോടും സന്തോഷത്തോടും കൂടി ബഹുമാനപ്പെട്ട ഫാദർ റാഫേൽ താണിശ്ശേരി ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. എൻ്റെ പേര് റാഫേൽ താണിശ്ശേരി എന്നാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. ഇവിടെ 1712 അർണോസ് പാതിരി ഈ സ്ഥലം കണ്ടെത്തി ഇവിടെ ഒരു ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്തത്. പിന്നീട് ഉള്ള കാലഘട്ടത്തിലാണ് ഈ പള്ളി പണിതതും ഒക്കെ. പിന്നെ തുടർന്ന് ഇപ്പോൾ പുതിയ പള്ളി ഇപ്പോൾ പണിതിരിക്കുന്നത് ഒരു 11 വർഷം മുൻപാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസും എല്ലാം അവർ തന്നെയാണ് നമ്മൾ നടത്തുന്നത്. നമ്മൾക്കിപ്പോൾ ഈ പഴയ പള്ളിയിൽ ആഴ്ചയിൽ ഒരിക്കൽ ആരാധനയും കുർബാനയൊക്കെ ആയിട്ടൊക്കെ നടത്താറായിട്ടുണ്ട്. ഇത് പണ്ട് ഇങ്ങനെ ഈ ഇലച്ചാറുകൾ കൊണ്ടും പിന്നെ അതുപോലെ തന്നെ പൂക്കളുടെ ചാറ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കി ഇത് പെയിൻറ്റ് ചെയ്തതാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അധികം ഫെയ്ഡായിട്ട് പോകില്ല, പിന്നെ അത് ലാസ്റ്റിങ് ഉണ്ടായിരിക്കും. ഇത് പുഷ്പക്കൂട് എന്നാണ് പറയുക. അതായത് പണ്ട് കറണ്ടൊന്നും ഇല്ലാത്തപ്പോൾ ബൈക്കില്ലാത്ത അവസരത്തിൽ അച്ഛന് പ്രസംഗം പറയുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ അതിൽ വരും. ആ വാതിൽ കൂടെ കടന്നു വന്ന് ഇവിടെ നിന്നിട്ട് പ്രസംഗം പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആ പ്രസംഗം കേൾക്കും. അങ്ങനെയാണ്.
പള്ളിയിൽ കയറുമ്പോൾ ഒരു ഹോളി വാട്ടർ, അതിൽ അന്നാം വെള്ളം അത് തൊട്ടിട്ടാണ് നമ്മുടെ പള്ളിയിലേക്ക് കയറി കുരിശ് വരച്ചിട്ട് കയറുക. അപ്പോൾ അതിന് വെച്ചിരിക്കുന്ന പാത്രമാണിത്, കരിങ്കല്ലിൽ ഉണ്ടാക്കിയിരിക്കുന്ന പാത്രം. അങ്ങനെയാണ് അത് പല പള്ളികളുടെ ഓരോ വാതിലിൻ്റെയും അടുത്തായിട്ട് ഇത് ഇങ്ങനെ നിക്ഷേപിക്കും. അങ്ങനെയാണ്. പണ്ടത്തെ മാമോദിസ തൊട്ടിയാണ്. കുട്ടികൾക്ക് മാമോദിസ നൽകുന്നതിന് വേണ്ടിയിട്ട് അന്ന് പണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അത് മാമോദിസ തൊട്ടി. വട്ടം കപ്പേള എന്നാണ് പറയുക. വളരെ മനോഹരമായിട്ട് തന്നെ 8 തൂണുകളിൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് പണ്ടത്തിൽ ആരാധനയ്ക്കും ഒക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ ഈ വാതിലിന് ശരിക്കുള്ളൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ലോക്കാണ്. പണ്ടത്തെ ആശാരിമാരുടെ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ആർക്കും അങ്ങനെ പെട്ടെന്ന് തുറക്കാൻ പറ്റില്ല പുറമേ നിന്ന്. ഇത് ഉള്ളിൽ നിന്ന് തന്നെയാണ് തുറക്കാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെയാണ്. ഇത് വലിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഇറ്റ്സ് മീ ധന്യ രമേശ്.